സ്വർഗം കുടുംബം മുപ്പിരിച്ചരടീന ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ സ്വർഗം കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം. ഇന്നത്തെ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബദിനമായിട്ട് സഭ ആചരിക്കുന്ന ദിവസമാണ്. ആദ്യം തന്നെ ബിജുവച്ചനെ നമ്മൾ ഒന്ന് വിഷയാണ്. ഈ ചെണ്ട് കൈമാറുന്ന വേണ്ടി ഇടവകയുടെ ട്രസ്റ്റി ആനച്ചേട്ടനെ ക്ഷണിക്കുന്നു. കൈവിടാതെ നരനിൽ നിന്നും നാരിയെടുത്തു. ഞാൻ പറഞ്ഞായിരുന്നു, കുടുംബത്തിലുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പ്രശ്നത്തിനൊക്കെ കാരണത്തിൽ 3 കാരണങ്ങൾ അതിന് ഓർക്കുന്നുണ്ടാവും. എന്തൊക്കെയാ? അതെ, സ്കൂട്ടിയിൽ നിന്ന് വീഴുന്നത് എങ്ങനെയാണ്? അശ്രദ്ധ. മരത്തെ കയറുമ്പോൾ എങ്ങനെയാണ് തെന്നി വീഴുന്നത്? അശ്രദ്ധ. മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ മക്കൾക്ക് എപ്പോഴും നല്ലൊരു മാതൃക കൊടുക്കുക കുടുംബത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ ഒതുക്കിയവരെല്ലാം ഓരം ചേർന്ന് ഒതുങ്ങേണ്ടതായിട്ട് വരും. അമ്മാവന്റെ തുരുമ്പ് പിടിച്ചൊരു റോഡ് കിടക്കുന്നതാണ്. ദൈവമേ, കുടുംബത്തെയും കുടുംബജീവിതത്തെയും അവിടുന്ന് സ്ഥാപിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് ഓർക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ നീ അറിയണമേ. ഇന്ന് നമ്മൾ ലോക കുടുംബദിനമായി ആഘോഷിക്കുകയാണ്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് കുടുംബം. സ്നേഹവും കരുതലും വിശ്വാസവും പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരിടം. അതുകൊണ്ടാണ് കുടുംബം ഒരു ചെറിയ സഭയെന്ന് നമ്മൾ പറയുന്നത്. യേശു യാത്രയും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വിശുദ്ധ മത്തായി 19:19. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഏവർക്കും കുടുംബദിനത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. കുടുംബത്തില് മുട്ടിട്ടെങ്കിൽ മാത്രമേ സമൂഹത്തില് കൂടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നാഥനായി വാഴും കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം മുപ്പിരിച്ചരടീന ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ സ്വർഗം കുടുംബം മുപ്പിരിച്ചരടീന ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ സ്വർഗം കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം.